സർ, ഗുരുവായൂരിൽ ഒരു ഹിന്ദു എംഎൽഎ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗോപാലകൃഷ്ണൻ തുടങ്ങി വച്ച ഒരു വിവാദമാണ്. അതിൽ കൂടുതൽ വലിയൊരു വിവാദമായി ആളിത്തപ്പുകയാണ്. ഗുരുവായൂർ കേരളത്തിന്റെ ഒട്ടാകെ വലിയ ശ്രദ്ധ ആകർഷിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്. ഗോപാലകൃഷ്ണൻ കൊളുത്തിവിട്ട ഈ ഒരു വിവാദത്തെ എങ്ങനെ വിലയിരുത്താം? ഇത് ഏത് നിലയിലേക്കാണ് പോകുന്നത്? ഇത് ഞാനിപ്പോ ഈ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലാണ്, അസംബ്ലി മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. എന്റെ ഒരു വിലയിരുത്തല് അല്ലെങ്കിൽ എന്റെ ഒരു നിരീക്ഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്, കേരളത്തിലെ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച പോരാട്ടം, മറ്റേതൊക്കെ രാഷ്ട്രീയ പോരാട്ടം നമുക്ക് പറയാം, കേരളത്തിലെ ഏറ്റവും അതിന്റെ വാർത്താ പ്രാധാന്യം കൊണ്ടും കൗതുകം കൊണ്ടും കേസുകൾ കൊണ്ടും ഒക്കെ ശ്രദ്ധയാകർഷിച്ച അസംബ്ലി മണ്ഡലം ഗുരുവായൂരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുരുവായൂർ അസംബ്ലി മണ്ഡലം അവിടെ ഇപ്രാവശ്യം ശ്രദ്ധയ്ക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ, വൈസ് പ്രസിഡന്റ് ആണ് അവിടെ മത്സരിക്കുന്നത്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് നേരത്തെ കൊടുങ്ങല്ലൂരായിരുന്നു. BJPക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലം, കുറച്ചുകൂടെ നല്ല സ്വാധീനമുള്ള മണ്ഡലമായ കൊടുങ്ങല്ലൂരിലാണ് അദ്ദേഹം ആദ്യത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അവിടെ ആയിരിക്കും ഗോപാലകൃഷ്ണൻ മത്സരിക്കുമെന്നായിരുന്നു ആദ്യം ഒരു ധാരണ ഉണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹത്തെ പെട്ടെന്ന് അവിടെ നിന്ന് മറ്റേ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കാം, അങ്ങനെയാണ് അദ്ദേഹത്തെ ഗുരുവായൂരിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, എനിക്ക് വലിയ അനുഗ്രഹമായി ഗോപാലകൃഷ്ണൻ ഗുരുവായൂര് എല്ലാം കൂടെ. അപ്പൊ മഴമുകിൽ ഒളിവർണ്ണനാണല്ലോ, മഴമുകിൽ ഒളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ അല്ലെ. അപ്പൊ എല്ലാം കൊണ്ടും എനിക്ക് യോജിച്ചത് ഗുരുവായൂരാണെന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ ആദ്യ ദിവസം തന്നെ ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നു. ഗുരുവായൂർ മണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ 1970 ശേഷം ഹിന്ദു നാമധാരികളായ ആരും ജയിച്ചിട്ടില്ല. ജയിക്കാത്തത് കൊണ്ട് ഇപ്രാവശ്യം എനിക്കാണ് അതിനുള്ള അവസരം, ഇതായിരുന്നു ഗോപാലകൃഷ്ണന്റെ വാദം വന്നിരുന്നത് ആ സമയത്ത്, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ. അപ്പൊ അത് വലിയ വിവാദമായി. ഗോപാലകൃഷ്ണൻ വർഗീയത പറയുന്നു, ഗോപാലകൃഷ്ണൻ ഹിന്ദു നാമധാരിയുടെ പേരിൽ വർഗീയത പറയുന്നു എന്നും പറഞ്ഞ് വലിയ ആക്ഷേപങ്ങൾ രണ്ട് മുന്നണികളും അതിശക്തമായ വലിയ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ച് കണ്ട. ഒരു സമുദായത്തെ, ഒരു മതത്തെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ സംസാരിക്കുന്നു, ഇത് വലിയ വർഗീയ പരാമർശമാണ്, ഗുരുവായൂർ വോട്ട് പിടിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമായി കേസായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ പരാതി വരെ വന്നു. പിന്നെ ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഒരു വക്കീലാണ്, നല്ല ഒരു ക്രിമിനൽ ലോയറും ഒക്കെ ആയതുകൊണ്ടും അദ്ദേഹം പറഞ്ഞ കേസൊക്കെ ഞാൻ നോക്കിക്കോളാം, അതിനകത്തൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട, അത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞെടുത്ത് ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ആ ഒരു സ്റ്റാൻഡിലാണ് ഗോപാലകൃഷ്ണൻ ഇപ്പോൾ അവിടെ മത്സരിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.